കമ്പനീൻ്റെ വാഷ്റൂമിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാനിന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ മിനിമലിസ്റ്റിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ടോണർ യൂസ് ചെയ്ത് തന്നെ സ്കിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ നല്ലൊരു സെറാണ്, പ്ലിക്സിൻ്റെ സെറാണ് എൻ്റെ കയ്യിൽ ഞാൻ കിട്ടിയതും. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. സോ ഇത് പെട്ടെന്നുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. എൻ്റെ സ്കിന്നിന് കുറച്ച് ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റാണ് കോസാറെക്സിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. വന്നിട്ട് നല്ല ഫിനിഷിങ്, അതായത് നല്ല മോയ്സ്ചറൈസറിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഫേവറേറ്റ് കോസാറെക്സിൻ്റെ ആണ് കേട്ടോ. ധൃതി പിടിച്ചിടണോണ്ടാന്നറിയില്ല, കൈയും കണക്കില്ലാതെയാണ് ഓരോ സാധനങ്ങളെടുത്ത് മുഖത്തോട്ട് തരട്ടണം. കൂടിയാലേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും നമുക്കറിയാം. സോ എനിക്കാണെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി ഞാൻ ലേറ്റാണെന്ന് ഓഫീസിൽ. അതിൻ്റെ കൂടെ ഞാൻ ഈ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ വർക്കിന് ഇരിക്കുള്ളൂ. ബ്ലഷ് ഇല്ലാത്തതുകൊണ്ട് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ബ്ലഷിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. സോ കുഴപ്പമില്ല, നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കിട്ടിയാൽ മതിയല്ലോ. ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ 2 കുരു വരും, അതൊക്കെ തന്നെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നല്ല രീതിയിൽ ഞാൻ ആ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കോമ്പാക്റ്റ്, ആക്ച്വലി ഇത് ലൂസ് പൗഡറാണ്. എനിക്ക് തോന്നുന്നു ഓൾ ടൈം എല്ലാവരുടെയും ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു, എന്താ പറയുക, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് മേബിലിൻ്റെ ലൂസ് പൗഡർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ബ്രഷ് ഇല്ലാന്നിട്ട് എൻ്റെ തപ്പിപ്പിടിച്ച് ഏതോ ഒരു പൊട്ടിക്കിടന്നൊരു ബ്രഷ് എൻ്റെ കബോർഡിൻ്റെ ഉള്ളിൽ കിടക്കണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ത്രെഡ് ചെയ്യലില്ല. ഞാൻ ആണ്ടിലൊരിക്കലും മാത്രമേ ഞാൻ ത്രെഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പീരികം നല്ല കാട് പോലെ വളർന്നിട്ടുണ്ട്. സോ അതിൽ ഞാൻ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നല്ലൊരു ഐ ഷാഡോവും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒപ്പം തന്നെ ഐ ഷാഡോൻ്റെ ഒപ്പം തന്നെ ഞാൻ കണ്ണു എഴുതി. ചെറിയൊരു മിനിമലിസ്റ്റിക് മേക്കപ്പാണിത്. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മൾക്ക് അറിയില്ലെങ്കിൽ കൂടിയും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഐ ഷാഡോ യൂസ് ചെയ്യാനോ കണ്ണെഴുതാനോ ഒന്നും ചിലപ്പം നമ്മൾ പെർഫെക്റ്റ് അല്ലായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എൻ്റയർ ലുക്കിനെ നമ്മൾ വിലയിരുത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ ലിപ്സ്റ്റിക്കും നമ്മുടെ ഓൾ ഓവർ മേക്കപ്പ് കഴിഞ്ഞ് നമ്മൾ മുടിയും കാര്യങ്ങളും ഡ്രസ്സും എല്ലാം കഴിഞ്ഞ് സെറ്റായി നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമല്ലേ നമ്മളെ, എങ്ങനെ അതന്നെ പൊളിയല്ലേ അത്, പിന്നല്ല. അപ്പം നമ്മളുടെ ഡ്രസ്സ് കഴിഞ്ഞു, എൻ്റെ മുടി എല്ലാം സെറ്റായി. ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു ബ്ലേസറും ഇട്ടുന്ന അതിൻ്റെ മാച്ചിങ് ആയിട്ട്. സോ ബൈ. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.